തന്റെ അവിശ്വസനീയമായ കരിയറിൽ 5 ചാമ്പ്യൻസ് ലീഗുകളും ഒരുപാട് ആഭ്യന്തര ലീഗ് കിരീടങ്ങളും യൂറോ കപ്പും ഉൾപ്പെടെ നേടിയിട്ടുള്ള താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. സൗദി അറേബ്യയിൽ എത്തിയതിനു ശേഷം അൽ നാസറിനൊപ്പം ഒരു പ്രധാന കിരീടം നേടാൻ സാധിച്ചിട്ടില്ല എന്ന പേരിൽ ഒരുപാട് പരിഹാസങ്ങളും വിമർശനങ്ങളും ഈ 41 വയസ്സിലും അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കെല്ലാമുള്ള മറുപടിയായി കിരീടമുറപ്പിച്ച നിമിഷത്തിൽ തന്റെ വികാരങ്ങൾ പിടിച്ചു നിർത്താൻ റൊണാൾഡോക്ക് സാധിച്ചില്ലായിരുന്നു. മൈതാനത്ത് അദ്ദേഹം സന്തോഷ കണ്ണീരൊഴുക്കി. താൻ ഇപ്പോഴും തീർന്നിട്ടില്ലെന്നും പ്രതിസന്ധികളിൽ വീണുപോകാതെ രാജാവായി തിരികെ വരുമെന്ന് റൊണാൾഡോ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. അയാൾക്കെതിരെ പരന്ന കിട്ടാക്കണിയെന്ന ദീർഘനാളത്തെ പരിഹാസത്തെയും വിമർശനത്തെയും മരുഭൂമിയിലായിത്തിക്കളഞ്ഞ് സീസണിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരവും അയാൾ നേടുകയാണ്. നിർണായകമായ അവസാന മത്സരത്തിൽ തകർപ്പൻ ഫ്രീ കിക്ക് ഗോളുമായി തകർത്താടിയ റൊണാൾഡോയുടെ ഇരട്ട ഗോൾ മികവിന്റെ ചിറകിലേറി അൽ നാസർ ചരിത്ര കിരീടത്തിൽ മുത്തമിട്ട് കഴിഞ്ഞു. ഫുട്ബോൾ ചരിത്രത്തിൽ ഒരുപാട് ഇതിഹാസങ്ങൾ ജനിച്ചിട്ടുണ്ട്. ചിലർ അവരുടെ സ്വാഭാവിക കഴിവുകൾ കൊണ്ട് മാത്രം ലോകത്തെ വിസ്മയിച്ചു. ചിലർ ട്രോഫികൾ കൊണ്ട് ചരിത്രമെഴുതി. എന്നാൽ ഒരാൾ മാത്രം തൻ്റെ അദമ്യമായ ആത്മവിശ്വാസം കൊണ്ടും അസാധ്യത്തെ പോലും സാധ്യമാക്കുന്ന മനോവീര്യം കൊണ്ടും വീണ്ടെടുത്തു നിന്ന് വീണ്ടും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന പോരാട്ടവീര്യം കൊണ്ടും ഫുട്ബോൾ ലോകത്തെ മുഴുവൻ കീഴടക്കി. ആ മനുഷ്യൻ്റെ പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വർഷങ്ങൾ കടന്നുപോയിട്ടും തലമുറകൾ മാറിയിട്ടും ഫുട്ബോൾ ലോകം ഇന്നും അവനെക്കുറിച്ച് സംസാരിക്കുന്നു. കാരണം റൊണാൾഡോ വെറുമൊരു താരം മാത്രമല്ല, അവനൊരു വികാരമാണ്, വിസ്മയമാണ്. തൻ്റെ അവിശ്വസനീയമായ കരിയറിൽ 5 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, അനവധി ലീഗ് കിരീടങ്ങൾ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ്, നേഷൻസ് ലീഗ്, എണ്ണമറ്റ വ്യക്തിഗത റെക്കോർഡുകൾ. ഫുട്ബോൾ ലോകത്ത് ഒരു താരം നേടാൻ സ്വപ്നം കാണുന്ന എല്ലാം അദ്ദേഹം നേടിയിട്ടുണ്ട്. റയൽ മാഡ്രിഡ് എന്ന മഹത്തായ ക്ലബിനോടൊപ്പം യൂറോപ്പിനെ കീഴടക്കിയ ആ രാത്രികൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വീണ്ടും ഉയർത്തിയ യുവ പോരാളിയുടെ കഥ, പോർച്ചുഗൽ നാഷണൽ ഫുട്ബോൾ ടീമിനായി ഒരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയ യൂറോ കപ്പ് വിജയം, ഇവയെല്ലാം ചരിത്രത്തിൽ സ്വർണ്ണാക്ഷരങ്ങളാൽ എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത്രയും വിജയങ്ങൾ നേടിയിട്ടുള്ള ആ മനുഷ്യനെ പോലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ലോകം പരിഹസിച്ചു. അവൻ കഴിഞ്ഞു, ഇനി അവനാൽ ഒന്നും സാധിക്കുകയില്ല. സൗദിയിലേക്ക് പോയതോടെ അവൻ്റെ കരിയർ അവസാനിച്ചു. ഇങ്ങനെ എത്രയോ വിമർശനങ്ങൾ അവൻ്റെ നേരെ വന്നുകൊണ്ടേയിരുന്നു. പ്രത്യേകിച്ച് അൽ നാസറിലേക്ക് എത്തിയതിനു ശേഷം റൊണാൾഡോ നേരിട്ട സമ്മർദ്ദങ്ങൾ വളരെ വലുതായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ വേദികളിൽ രാജാവായി നിന്നൊരാൾക്ക് പുതിയ ലീഗിൽ എത്തിയിട്ടും പ്രധാന കിരീടം നേടാനാകാത്തത് വിമർശകർക്കൊരു ആയുധമായി മാറി. ഓരോ തോൽവിക്ക് ശേഷവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് പരിഹാസങ്ങൾ മാത്രമായിരുന്നു. പണം മാത്രം നോക്കി പോയ താരം, ഇനി ആ പഴയ റൊണാൾഡോ ഇല്ല. ഇങ്ങനെ പറഞ്ഞവരുടെ എണ്ണം കുറവായിരുന്നില്ല. എന്നാൽ ഒരു കാര്യം എല്ലാവരും മറന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യൻ വിമർശനങ്ങളിൽ നിന്നും തകർന്നു പോകുന്ന താരമൊന്നുമല്ല. അവൻ വിമർശനങ്ങളെ ഇന്ധനമാക്കുന്നവനാണ്. ഈ 41 വയസ്സിലും അതേ ഫിറ്റ്നസും അതേ ആവേശവും അതേ ജയിക്കാനുള്ള ഹാർഡ് വർക്കും അയാൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഒരു സാധാരണ മനുഷ്യർക്ക് സാധിക്കുന്ന കാര്യമേ അല്ല. പല താരങ്ങളും ഈ പ്രായത്തിൽ വിരമിച്ച് ശാന്തമായ ജീവിതം തിരഞ്ഞെടുത്താനെ. പക്ഷേ റൊണാൾഡോ തീർത്തും വ്യത്യസ്തനാണ്. അവൻ ഇന്നും ഓരോ മത്സരത്തെയും ഒരു ഫൈനലായി കാണുകയാണ്. ഓരോ ഗോൾ നേടിയ ശേഷവും ആദ്യ ഗോൾ നേടിയ ബാലൻ്റെ അതേ ആവേശത്തോടെ ആഘോഷിക്കുന്നു. അതുകൊണ്ടാണ് ലോകം ഇന്നും അവനെ നോക്കി അത്ഭുതപ്പെടുന്നത്. ഈ സീസണിൽ അൽ നാസറിനോടൊപ്പം അദ്ദേഹം നടത്തിയ പോരാട്ടം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിമർശനങ്ങളും സമ്മർദ്ദങ്ങളും ചുറ്റും നിറഞ്ഞു നിന്ന സമയത്ത് റൊണാൾഡോ തൻ്റെ പോരാട്ടവീര്യം വീണ്ടും ലോകത്തിന് മുമ്പിൽ കാണിക്കുകയാണ്. നിർണായക മത്സരത്തിൽ നിന്ന് മുന്നിൽ നിന്ന് ടീമിനെ നയിക്കുക, ടീമിന് ആവശ്യമുള്ള നിമിഷങ്ങളിൽ ഗോൾ നേടി സഹായിക്കുക. ഇന്നലെ നടന്ന ആ ഫൈനൽ മത്സരത്തിലും കണ്ടത് അത് തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ആരാധകർക്ക് അത് വെറുമൊരു മത്സരമല്ലായിരുന്നു. വർഷങ്ങളായുള്ള പരിഹാസങ്ങൾക്ക് മറുപടി നൽകാനുള്ള രാത്രിയായിരുന്നു. ആ രാത്രിയിൽ റൊണാൾഡോ വെറുമൊരു കളിക്കാരൻ മാത്രമല്ല, ഒരു രാജാവായിരുന്നു. കളത്തിൻ്റെ ഓരോ ഭാഗത്തും അവൻ്റെ സാന്നിധ്യം കാണാമായിരുന്നു. പന്ത് കാലിൽ കിട്ടുമ്പോഴെല്ലാം സ്റ്റേഡിയം പ്രതീക്ഷയോടെ എഴുന്നേറ്റ് നിന്നു. ഒടുവിൽ അയാളെ തേടി ആ അവസരവും വന്നു. അൽ നാസറിന് അനുകൂലമായി ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ്. അപ്പോൾ സ്കോർ ബോർഡിൽ 2-1 ആ ഫ്രീ കിക്ക് എടുക്കാൻ അയാൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. പന്ത് ബോക്സിന് പുറത്ത് വെച്ച് റോണോ ആ ഫ്രീ കിക്ക് എടുക്കാനായി റെഡിയായി നിന്നു. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായി. ലോകം അനവധി തവണ കണ്ട കാഴ്ചയായിരുന്നു അത്. പന്തിന് പിന്നിൽ നിൽക്കുന്ന റൊണാൾഡോ. പിന്നെ അവൻ്റെ കാലിൽ നിന്ന് ആ പന്ത് പറന്നു.
ആ മതിലുകളും കടന്ന് കീപ്പറെ മറികടന്ന് നേരെ വലയിൽ പതിച്ച പന്തിനോടൊപ്പം വർഷങ്ങളായുള്ള വിമർശനങ്ങളും പറന്ന് തകർന്നു പോയിരിക്കുന്നു. സ്റ്റേഡിയം പൊട്ടിത്തെറിച്ചു. ആരാധകർ സന്തോഷത്തോടെ കരഞ്ഞു. സഹതാരങ്ങൾ ഓടി വന്ന് അവനെ ചേർത്ത് പിടിച്ചു. അതിനുശേഷം റൊണാൾഡോ വീണ്ടും ഗോൾ നേടി. അങ്ങനെ സ്കോർ ബോർഡിൽ 4-1 മാറി. റൊണാൾഡോയുടെ ഇരട്ട ഗോളിന്റെ മികവിൽ അൽ നാസർ ആ ചരിത്ര കിരീടമുറപ്പിച്ചപ്പോൾ ആ നിമിഷം ലോകം കണ്ടത് ഒരു വ്യത്യസ്ത റൊണാൾഡോയായിരുന്നു. എത്ര വലിയ ട്രോഫികൾ നേടിയിട്ടുണ്ടെങ്കിൽ പോലും ആ രാത്രി അവൻ്റെ കണ്ണുകളിൽ കണ്ട കണ്ണീർ വേറെ തന്നെയായിരുന്നു. വർഷങ്ങളായി അടങ്ങിയിരുന്ന വികാരങ്ങൾ ഒറ്റ നിമിഷത്തിൽ പുറത്തു വന്നതുപോലെ. ലോകം പലപ്പോഴും വിജയങ്ങളെ മാത്രം കാണും. പക്ഷേ ഒരു വിജയത്തിൻ്റെ പിന്നിലെ വേദനയും സമ്മർദ്ദവും ഉറക്കമില്ലാത്ത രാത്രിയും പരിഹാസങ്ങളും വളരെ കുറച്ചു പേർ മാത്രമേ മനസ്സിലാക്കൂ. റൊണാൾഡോ എല്ലാം കടന്നുപോയവനാണ്. ബാല്യത്തിൽ ദാരിദ്ര്യത്തോട് പോരാടി വളർന്നവൻ ലോകത്തിലെ ഏറ്റവും വലിയ വേദികളിലെത്താൻ തൻ്റെ ശരീരവും മനസ്സും ഒരേപോലെ തളച്ചു പണിതവനാണ്. അതുകൊണ്ടാണ് ഇന്നും അവൻ തോൽക്കാൻ തയ്യാറാകാത്തത്. റൊണാൾഡോയെ മഹാനാക്കുന്നത് അവൻ്റെ ട്രോഫികൾ മാത്രമല്ല, വീണെടുത്തു നിന്ന് വീണ്ടും ഉയർത്തിൽ നിൽക്കുന്ന അവൻ്റെ ആ കഴിവ് തന്നെയാണ്. എത്ര വിമർശിച്ചാലും എത്ര പരിഹസിച്ചാലും അടുത്ത ദിവസം വീണ്ടും ജിമ്മിലെത്തി കൂടുതൽ കഠിനമായി പരിശീലിക്കുന്ന മനോഭാവമാണ് അയാൾക്കുള്ളത്. ലോകം അവൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴും കൂടുതൽ ശക്തിയായി തിരിച്ചു വരുന്ന ഒരു മനസ്സാണ് റൊണാൾഡോക്കുള്ളത്. അതുകൊണ്ടാണ് ഇന്നും കോടിക്കണക്കിന് ആളുകൾ അവനെ ആരാധിക്കുന്നത്. പക്ഷേ ഫുട്ബോൾ ലോകം ഇന്നും ചോദിക്കുന്ന ഒരു വലിയ ചോദ്യം ഇത് തന്നെയാണ്: റൊണാൾഡോക്ക് ഇനി ആ ലോകകപ്പ് കൂടെ നേടാനാകുമോ? ഒരുപക്ഷെ അത് തന്നെയാകും അവൻ്റെ കരിയറിലെ അവസാനവും ഏറ്റവും വലുതുമായ ആ വലിയ സ്വപ്നം. യൂറോ കപ്പ് നേടിയിട്ടുണ്ട്. നാഷൻസ് ലീഗും പോർച്ചുഗലിന് വേണ്ടി നേടിയിട്ടുണ്ട്. ക്ലബ്ബ് ഫുട്ബോളിലും തൻ്റെ ക്ലബിന് വേണ്ടി എല്ലാം നേടിയിട്ടുണ്ട്. എന്നാൽ ലോകകപ്പ് എന്ന സ്വപ്നം ഇന്നും അവൻ്റെ കണ്ണുകളിൽ ഒരു കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫിഫ ലോകകപ്പ് എന്ന വേദി റൊണാൾഡോക്ക് പല വികാരങ്ങളും നൽകിയിട്ടുണ്ട്. ചിലപ്പോൾ കണ്ണീരും, ചിലപ്പോൾ നിരാശയും, ചിലപ്പോൾ അഭിമാനവും. പക്ഷേ ഒരു ലോകകപ്പ് ട്രോഫി കൈകളിലെത്തുന്ന ആ നിമിഷം മാത്രമാണ് ഇന്നും അവനിൽ നിന്ന് അകലെയിരിക്കുന്നത്. പ്രായം വെറുമൊരു വെല്ലുവിളി മാത്രമാണ്. സമയം അവനെ പിന്തുടരുന്നു. പുതിയ തലമുറകൾ ഉയർത്തിൽ നിൽക്കുന്നു. എന്നാലും റൊണാൾഡോയെക്കുറിച്ച് ഒരു കാര്യം ലോകം പഠിച്ചിട്ടുണ്ട്: അസാധ്യമെന്ന് തോന്നുന്നതിനെ പോലും സാധ്യമാക്കാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പോർച്ചുഗലിന് ഇന്ന് അതിശക്തമായ ഒരു സ്ക്വാഡ് തന്നെയുണ്ട്. യുവതാരങ്ങളും പരിചയസമ്പത്തും ചേർന്ന ഒരു തലമുറയുണ്ട്. ആ ടീമിൻ്റെ ഹൃദയത്തിൽ ഇന്നും റൊണാൾഡോ തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത ലോകകപ്പ് അവൻ്റെ അവസാനത്തേതാകാം. എന്നാൽ ഫുട്ബോളിന് സിനിമയേക്കാൾ മനോഹരമായ കഥകൾ എഴുതാനറിയാം. ഒരിക്കൽ എല്ലാവരും കഴിഞ്ഞു എന്ന് പറഞ്ഞ ആ മനുഷ്യൻ തൻ്റെ അവസാന ലോകകപ്പിൽ രാജാവായി കിരീടമുയർത്തുന്ന കാഴ്ച, അത് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വികാരഭരിതമായ മുഹൂർത്തങ്ങളിൽ ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഇന്നും ആരാധകർ വിശ്വസിക്കുന്നത്. കാരണം റൊണാൾഡോ ഉള്ളിടത്ത് പ്രതീക്ഷകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. വിമർശനങ്ങൾ ഒരിക്കൽ പോലും അവനെ തളർത്തിയിട്ടില്ല. പ്രായവും അവനെ തളർത്തുന്നില്ല. തോൽവികൾ ഒട്ടും തകർക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും തിരികെ വരുന്ന ഒരു താരമാണ്. കാരണം ചില മനുഷ്യർ വെറും താരങ്ങളല്ല, അവർ ഒരു യുഗമാണ്, വിസ്മയമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ അത്തരമൊരു യുഗം തന്നെയാണ്.